ഇന്നേ ദിവസം പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും UDFിൻ്റെ മെമ്പർമാർ യോഗം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം നിലവിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി അല്ലെങ്കിൽ അവരുടെ ഭരണത്തിൽ പുതിയതായി വന്ന സംസ്ഥാന സർക്കാർ അവരുടെ ശക്തമായ ഇടപെടലുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ത്രിതല സംവിധാനത്തിലെല്ലാം തന്നെ എല്ലാവിധ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ പിണറായി സർക്കാർ കൊടുക്കേണ്ടതായ മാർച്ച് 31-ന് ബഡ്ജറ്റിൽ വകയിരുത്തേണ്ട തുക വകയിരുത്താതെ സ്പിൽ ഓവർ വർക്കുകൾ കൃത്യമായി ഇടപെട്ട് ഫണ്ട് ലഭ്യമാക്കാതെ അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ഈ നിലവിലിരിക്കുന്ന കേരള സർക്കാരിൻ്റെ തലയിൽ വയ്ക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലുടനീളം ഇടതുപക്ഷ ഭരണസമിതി സംസ്ഥാന സർക്കാരിനെതിരെ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ നമ്മുടെ UDF ഗവൺമെൻറ്റാണ് പണം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമായും കഴിഞ്ഞ 10 വർഷക്കാലമായി സ്പിൽ ഓവർ വർക്കുകളുടെ ഭാഗമായിട്ടുള്ള തുകയ്ക്ക് ബഡ്ജറ്റിൽ അലോക്കേഷൻ നടത്താതെ ആ തുക ലഭ്യമാക്കാതെ പഞ്ചായത്തുകളെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ മാർച്ച് മാസം കൊടുക്കേണ്ട പല തുകകളും കൊടുക്കാതെ ഒരു 2 മാസമായി വന്ന നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞത് ഗവൺമെൻറ്റുകളുടെ ഭാഗത്ത് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞ കാര്യം എന്താണ്? നമ്മുടെ പഞ്ചായത്തുകൾക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായി പരിഹരിക്കുമെന്ന് പറഞ്ഞ ആ സമയത്ത് ഏകപക്ഷീയമായി CPMൻ്റെ കേരളത്തിലെ അവരുടെ എല്ലാ പഞ്ചായത്തുകളിലും രാഷ്ട്രീയമായി സർക്കാരിനെതിരെ ഇല്ലാത്തൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള സമരപരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനായി അവരുടെ പാർട്ടി എടുത്തൊരു തീരുമാനമാണ് എല്ലാ പഞ്ചായത്തുകളും അവരുടെ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ UDF സർക്കാരിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ പണം കൊടുക്കേണ്ടത് ജനങ്ങൾക്ക് കൊടുക്കേണ്ട പണം മാർച്ചിൽ കൊടുക്കേണ്ടതാണ്. അന്ന് കേരളം ഭരിച്ചിരുന്നത് പിണറായി വിജയനാണ്. അതിനുശേഷം 2 മാസം കഴിഞ്ഞ് ഈ കഴിഞ്ഞ 2 മാസം മാത്രമാണ് നമ്മുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ് അനുകൂല നിലപാടെടുക്കുമ്പോൾ ഈ ഭരണസമിതി എടുക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി എടുക്കുന്ന ഈ തെറ്റായ നിലപാടിനെതിരെ നമ്മൾ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ 9 മെമ്പർമാരും ഇറങ്ങിപ്പോന്നിരിക്കുകയാണ്. അതിൽ കൃത്യമായി വിയോജനം രേഖപ്പെടുത്തിയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. UDFിൻ്റെ മെമ്പർമാരെല്ലാവരും ഇന്ന് ബഹിഷ്കരിച്ചിറങ്ങിപ്പോന്നു. ഞങ്ങളുടെ വിവേചനം ഞങ്ങൾ എഴുതി കൊടുത്തു പോന്നു. നമ്മുടെ രാജീവ് സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ ഇപ്പോൾ കയറിയ ഗവൺമെൻറ്റിനെ കുറ്റം പറയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതെന്തായാലും അത് നടക്കില്ല. കാരണം ഈ 2 മാസം കൊണ്ട് ഇപ്പോൾ കയറിയ ഗവൺമെൻറ് ഈ 2 മാസം കൊണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ടുള്ള അസൂയ കൊണ്ടാണ് ഇപ്പോൾ ഇവരിങ്ങനെ ഓരോ പരാതികൾ പറയുന്നത്. അതിനെന്തായാലും ഞങ്ങൾ ഉൾക്കൊള്ളില്ല. ആ പ്രമേയത്തിൽ